ഇന്ന് നമ്മൾ പറയുന്നത് മിക്സിന് സ്റ്റെംസ് ഡെലിവർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഇത് ഇപ്പോഴും പല ആൾക്കാർക്കും കൺഫ്യൂഷനുള്ള ഏരിയാസാണ്. അധികം ബിഗിനേഴ്സ് ഒരുപാട് മിസ്റ്റേക്കുകൾ വരുത്തുന്ന ഒരു സമയമാണ് ഈ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് അത് മിക്സ് ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത്. ഇതേപോലെ ഓരോ മിസ്റ്റേക്കുകൾ വരുത്തും. അത് ഒരുപാട് ടൈം എക്സ്ട്രാ വേസ്റ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും. ഒരുപാട് കൺഫ്യൂഷനും ഒരുപാട് ഫ്രസ്ട്രേഷനൊക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. കാരണം മിക്കവാറും നിങ്ങൾ സ്റ്റെംസ് കൊടുക്കുന്നത് മിക്സ് എഞ്ചിനീയർക്ക് പലപ്പോഴും മനസ്സിലാവില്ല നിങ്ങൾ എന്താ ഉദ്ദേശിച്ചതെന്നുള്ള അങ്ങനത്തെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളൊക്കെ വരും. സോ അത് ഒഴിവാക്കാനും ഇതൊക്കെയാണ് മിസ്റ്റേക്കുകൾ എന്നൊക്കെ ഉള്ളതൊന്ന് അഡ്രസ്സ് ചെയ്യുകയാണ് ഈ വീഡിയോയിൽ. അപ്പോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരുപാട് മിക്സ് ഡിസിഷൻസ് എടുക്കും. മെയിനായിട്ട് ബാലൻസിങ്ങും കാര്യങ്ങളും. അപ്പം നമ്മളൊരു പുതിയ എലമെൻ്റ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായാലും നമ്മൾ തന്നെ ബാലൻസ് ചെയ്യും. ബാലൻസിങ് മാത്രമല്ല വേറെയും പാനിങ്ങും കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈവൻ ചിലപ്പോൾ എഫക്റ്റുകളും കാര്യങ്ങളും ഇടും. കാരണം നമുക്ക് ആ ഒരു ഓവറോൾ ഫൈനലൈസ്ഡ് സൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. സോ നമ്മൾ ഒരുപാട് മിക്സിങ് ഡിസിഷൻസ് നമ്മൾ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മിക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊഡക്ഷൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് കാണുന്നത് വലിയ തെറ്റൊന്നുമില്ല. കാരണം രണ്ടിൻ്റെയും പല ഡിസിഷൻസും ഓവർലാപ്പ് ചെയ്യും പല കാര്യങ്ങളിലും. സോ ഈ നമ്മൾ വരുത്തുന്ന ചില ഡിസിഷൻസ്, ഇപ്പോൾ ബാലൻസിങ്, എസ്പെഷ്യലി ബാലൻസിങ്, പാനിങ്, അതേപോലെയുള്ള ഡിസിഷൻസ് ആയിരിക്കും മിക്സിൻ്റെ ഒരു ബേസിക് സ്റ്റേജ് തന്നെയാണല്ലോ. അതുകൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മിക്സിൽ ഒരുപാട് ടൈം ലാഭിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എഞ്ചിനീയർക്ക് സ്റ്റെംസ് ഡെലിവർ ചെയ്യുകയാണ്. അപ്പോൾ ഈ ബാലൻസ് കംപ്ലീറ്റ് പണ്ടത്തെ പോലെ ആക്കി, അല്ലെങ്കിൽ ആ ഗെയിൻ സ്റ്റേജിങ് കംപ്ലീറ്റ് മാറ്റിയിട്ട് ഡെലിവർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ആ എഞ്ചിനീയർ പിന്നെ അത് ഫസ്റ്റ് തൊട്ട് ചെയ്യേണ്ടി വരും. അതിപ്പോൾ ഒബ്വിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ പല എലമെൻറ്റുകൾ, ഇപ്പോൾ ഗിറ്റാർ, ഡ്രംസ്, ബേസ്, അങ്ങനത്തെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് ബാലൻസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ബുദ്ധിമുട്ട് മീൻസ് അത് മിക്കവാറും എഞ്ചിനീയേഴ്സിന് പെട്ടെന്ന് നിങ്ങൾ ഉദ്ദേശിച്ച ലെവൽ എങ്ങനെയാണെന്ന് മനസ്സിലാവും. കാരണം എല്ലാവരും സോങ്ങുകളൊക്കെ കേട്ടിട്ടുള്ളത്. പക്ഷെ വേറെയുള്ള ചില എലമെൻറ്റുകളുണ്ട്. ഇപ്പോൾ ഗിറ്റാർസ് ലെയർ ചെയ്തത്, അല്ലെങ്കിൽ എന്താ പറയുക, ഹാർമണി വോക്കൽസോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് വോക്കൽസിൻ്റെ ഒരുപാട് ലെയേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളുടെ തമ്മിലുള്ള ബാലൻസുകൾ കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ മിക്സ് എഞ്ചിനീയേഴ്സിന്. ഇപ്പോൾ നിങ്ങൾ ഏതാണ് എന്ന് വെച്ചാൽ അതിനകത്തൊരു ഒബ്വിയസ് ആയിട്ടൊരു ശരി തെറ്റ് ഉണ്ടാവില്ലല്ലോ. ഇപ്പോൾ ഏത് എലമെൻ്റാണ് നിങ്ങൾ മുന്നിൽ വെക്കാനും ബാക്കി ഏതൊക്കെ ബാക്കോട്ട് പുഷ് ചെയ്യാനും ഉദ്ദേശിച്ചതെന്നുള്ളത് ചില സമയത്ത് കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ ഡെലിവർ ചെയ്യുന്ന സമയത്ത് ഈ ലെവൽസും ബാലൻസും മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഈ ലെവൽസും ബാലൻസും മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഫെയ്ഡേഴ്സും ഇപ്പോൾ പാൻ നോബും വെച്ചിട്ടായിരിക്കില്ല മിക്കവാറും ബാലൻസിങ്ങോ ഗെയിൻ സ്റ്റേജിങ്ങോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്തെങ്കിലും EQ ചെയ്ത് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു കംപ്രസറോ അങ്ങനെ എന്തെങ്കിലും ഒരു എഫക്റ്റുകൾ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ മിക്സ് എഞ്ചിനീയർ വിളിച്ചിട്ട് പറയും നിങ്ങൾ ചെയ്ത എഫക്റ്റുകളെല്ലാം കൂടി ഡിസേബിൾ ചെയ്തിട്ട് അയച്ചാൽ മതി പറയും. അപ്പം നമ്മളെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എടുക്കും, എല്ലാം ഡിസേബിൾ ചെയ്യും, അങ്ങോട്ട് സ്റ്റെംസ് അടിക്കും. അങ്ങനെയായിട്ട് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലഗിൻസിനകത്ത് നമ്മൾ ചെയ്ത ഗെയിൻ വേരിയേഷൻസ് നമ്മുടെ ഈ ബാലൻസ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കംപ്രസറിൻ്റെ ഔട്ട്പുട്ട് ഗെയിനിൽ ചിലപ്പോൾ കൂട്ടി വെച്ചിട്ട് കേട്ടത് അത് ഓഫ് ആക്കുമ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചില സമയത്ത് കൂടിയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഇഷ്യൂസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ബാലൻസ് കംപ്ലീറ്റ് ആയിട്ട് തെറ്റും. അപ്പോൾ ഈ ഫൈനൽ സ്റ്റെംസ് ഡെലിവർ ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനത്തെ പ്ലഗിൻസ് ഓഫാക്കുക അങ്ങനത്തെ സീനുകൾ വരികയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യണത് നല്ലതാണ്. ഒന്നെങ്കിൽ സ്റ്റെംസ് അടിച്ച് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ ഒന്ന് കേട്ട് ഒന്നും കൂടി ഫേഡറിൽ ബാലൻസ് ചെയ്തിട്ട് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ രണ്ടാമത്തെ പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഫക്ട്സുകൾ ഡിസേബിൾ ചെയ്യുക എന്നുള്ള. അപ്പോൾ നമ്മൾ രണ്ട് തരത്തിലുള്ള എഫക്ട്സുകളോ അല്ലെങ്കിൽ ഡിസിഷൻസോ എടുക്കും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്. ഒന്ന് നമ്മളുടെ സൗണ്ട് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്,
ടോൺ ഷേപ്പിംഗ്, EQ, അല്ലെങ്കിൽ ഇപ്പോൾ ഡിസ്റ്റോഷൻ, ഇപ്പോൾ 808-നകത്തൊക്കെ ഡിസ്റ്റോഷൻ ആഡ് ചെയ്യുക. അത് ആ സൗണ്ടുകൾ നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്ന പ്രോസസ്സുകളിരിക്കും. അപ്പം അങ്ങനെ എന്ത് പ്രോസസ്സിങ് ആണെന്നുണ്ടെങ്കിലും. പിന്നെ വരുത്തുന്ന ചില പ്ലഗിൻസും എഫക്റ്റുകളും നമ്മൾ ആഡ് ചെയ്യണത് ഒരു ബേസിക് മിക്സിംഗ് എന്നുള്ളൊരു കാറ്റഗറിയിലിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു EQ, മിഡ് സൈഡ് EQ, എന്തെങ്കിലും ഷേപ്പിൽ നമ്മൾ ഫിൽറ്റർ ചെയ്ത് കളയുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അല്ലെങ്കിൽ ഓവറോൾ നമ്മൾ എന്തെങ്കിലും കംപ്രഷൻ ഇടുക, സാച്ചുറേഷൻ ചെയ്യുക, അങ്ങനെയൊക്കെ മിക്സിങ് ഡിസിഷൻസ് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ മിക്സ് എഞ്ചിനീയർ നമ്മളോട് എഫക്ട്സ് ഡിസേബിൾ ചെയ്ത് തരണം അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ ആക്ച്വലി നമ്മൾ ഈ കംപ്ലീറ്റ് നമ്മൾ സൗണ്ട് ഷേപ്പ് ചെയ്യാൻ യൂസ് ചെയ്ത എഫക്റ്റുകളൊന്നും എടുത്തൊഴിവാക്കാനല്ല ഉദ്ദേശിക്കുന്നത് ആക്ച്വലി. അത് അങ്ങനെ എന്തെങ്കിലും എഫക്റ്റുകൾ നിങ്ങൾക്ക് 100% ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഡിസ്റ്റോഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും EQ ഷേപ്പിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക, എന്നിട്ട് സ്റ്റെംസ് അടിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ബൗൺസ് അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്യുക, ഓരോ മാതിരിയാണല്ലോ പറയുക. എന്നുവെച്ചാൽ ആ എഫക്റ്റോടെ പ്രിൻ്റ് ചെയ്തിട്ട് കൊടുക്കണമായിരിക്കും നല്ലത്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ പച്ച സ്റ്റെം എടുത്ത് കൊടുത്തിട്ട് പിന്നെ ആ എഞ്ചിനീയറോട് പിന്നെ പറയേണ്ടി വരും, അത് ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്, ആ ഡിസ്റ്റോഷനാണ് ഉദ്ദേശിച്ചത്, ഇച്ചിരി കൂടി വേറെ ഡിസ്റ്റോഷനാണ്. അങ്ങനത്തെ ഒരുപാട് ഫോൺ കോളുകളും ഫ്രസ്ട്രേഷൻസും ഒഴിവാക്കാൻ പറ്റും. അങ്ങനത്തെയൊക്കെ നിങ്ങൾക്ക് ഉറപ്പുള്ള എലമെൻറ്റ്സുകൾ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ ഈ മിക്സ് ഡിസിഷൻസ് അതേപോലത്തെ കാര്യങ്ങൾ, ഇപ്പോൾ റിവേർബ് ഡിലേ അതൊക്കെ ചാനൽ തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. അങ്ങനത്തെ മിക്സ് ഡിസിഷൻ നിങ്ങൾ ബേസിക്കായിട്ട് മിക്സ് ചെയ്യാൻ ശ്രമിച്ച കാര്യങ്ങൾ ഒഴിവാക്കുക. ബാക്കിയുള്ള ക്രിയേറ്റീവ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള എഫക്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ഈ ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യേണ്ട എഫക്റ്റുകൾ, ഇപ്പോൾ ചില എഫക്റ്റുകൾ ഇപ്പോൾ നിങ്ങൾക്ക് ചില ഡിലേ അല്ലെങ്കിൽ റിവേർബ്സ് അല്ലെങ്കിൽ പാരലായിട്ടുള്ള ഡിസ്റ്റോഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ, പാരലായിട്ടെന്നല്ല ഡിസ്റ്റോഷൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച സാധനം തന്നെ അവിടെ കിട്ടണം അല്ലെങ്കിൽ അതിൻ്റെ എക്സാക്റ്റ് വേരിയേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ബസ്സിൽ സെൻഡ് ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്യണം നല്ലത്. അതെങ്ങനെയാണ് പ്രിൻ്റ് ചെയ്യേണ്ടത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും. എന്നുവെച്ചാൽ ഡയറക്റ്റ് ചാനലിൽ ആ എഫക്റ്റുകൾ അപ്ലൈ ചെയ്യാതെ ഇപ്പോൾ റിവേർബ് ഡിലേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ബസ്സിൽ കൊടുത്തിട്ട് ആ ബസ് എങ്ങനെയും സ്റ്റെം വെക്കുക. അപ്പോൾ എഞ്ചിനീയർക്ക് അത് കുറച്ചും കൂടി കൺട്രോൾ കിട്ടും. ഇപ്പോൾ റിവേർബൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനലിൽ പ്രിൻ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വീണ്ടും ഇതേമാതിരത്തെ ഫോൺ കോളുകളുടെ ആവശ്യം വരും. ആ റിവേർബ് ഒന്ന് ഓഫാക്കിയിട്ടൊന്ന് അയച്ചു തരുമോ, അല്ലെങ്കിൽ ആ ഡിസ്റ്റോഷൻ ഒഴിവാക്കിയിട്ടൊന്ന് അയച്ചു തരുമോ, അങ്ങനെ പിന്നെയും ബുദ്ധിമുട്ട് അവരുണ്ടാക്കുക. അപ്പോൾ അതിനെക്കാട്ടും നല്ല നിങ്ങൾക്ക് വേണ്ട എഫക്റ്റുകൾ അതേപോലെ തന്നെ വേണം എന്നുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അതൊരു ബസ്സിൽ സെപ്പറേറ്റ് ഓപ്ഷനായിട്ട് കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എഞ്ചിനീയർക്ക് അത് തന്നെ യൂസ് ചെയ്യാൻ, അല്ലാന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി കൺട്രോൾ കിട്ടും അയാൾക്ക്. അപ്പോൾ അങ്ങനെ ഇറിവേഴ്സിബിളായിട്ടുള്ള എഫക്റ്റുകളും കാര്യങ്ങളും യൂസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ മാക്സിമം ബസ് യൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞാൽ തന്നെ ഇതാണ് സൗണ്ടിൽ വേണ്ടത് നിങ്ങൾക്ക് അത്രയും ഷുവറായിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിനകത്ത് തന്നെ പ്രിൻ്റ് ചെയ്ത് കൊടുത്താലും മതി. പിന്നെ മൂന്നാമത്തെ പോയിൻ്റ് റെഫറൻസ് മിക്സ് അല്ലെങ്കിൽ ഡെമോ എടുക്കുക എന്നുള്ള. അപ്പോൾ അത് ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇപ്പോൾ ബാലൻസും നിങ്ങൾ ഉദ്ദേശിച്ച എഫക്റ്റുകളും കാര്യങ്ങളൊക്കെ ബസ്സിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം വരില്ല. എന്നാലും ഒരു എക്സ്ട്രാ സേഫ്റ്റിക്ക് റെഫറൻസ് മിക്സുകൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും. റെഫറൻസ് മിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് ഒരു ഫൈനൽ ടച്ചുകളൊക്കെ കഴിഞ്ഞ് അവസാനം ഇങ്ങനെ ഇരുന്ന് കേൾക്കൂലേ, ഇങ്ങനെ ഓക്കെ കഴിഞ്ഞ് ഇനി ഞാൻ മിക്സിന് കൊടുക്കുക, ഇനി സ്റ്റെംസ് അടിക്കുക, ആ സിറ്റുവേഷനിൽ എങ്ങനെയാണോ ആ പാട്ട് കേൾക്കുന്നത് അതിൻ്റെ ഒരു റെൻഡർ കൊടുക്കുക, ഒരു മിക്സ്. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ആവശ്യം വന്നോളണമെന്നില്ല. പക്ഷേ ഇപ്പോൾ എങ്ങാനും ഈ മിക്സ് ചെയ്യണതിൻ്റെ ഇടയിൽ ഇപ്പോൾ അങ്ങേര് മിക്സ് എഞ്ചിനീയർ അതിൻ്റെ എന്തെങ്കിലും ലെവലോ പാനിങ്ങോ എന്തെങ്കിലും മാറ്റി അയാൾക്ക് ചില കൺഫ്യൂഷൻ വരികയാണ്. ഈ പറയുന്ന ഹാർമണി എങ്ങോട്ടായിരുന്നു പാൻ ചെയ്യാൻ പറഞ്ഞത്, എങ്ങനെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ള ഡൗട്ട് വരുമ്പോൾ വീണ്ടും ഹലോ ആ കൂ ആ ഹാർമണി എങ്ങനെയാണ് പാൻ ചെയ്യേണ്ടിയിരുന്ന ആ കോളിൻ്റെ ആവശ്യം വരില്ല. അപ്പോൾ
ഈ റെഫറൻസ് മിക്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ റൈറ്റിലേക്ക് ബാൻ ചെയ്യാൻ. അല്ലെങ്കിൽ ഈ ലെവലും അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് ബാലൻസ് ഉദ്ദേശിച്ച അങ്ങനത്തെ കാര്യങ്ങൾ സിമ്പിളായിട്ട് റെഫറൻസ് നിന്ന് എടുക്കാൻ പറ്റും. 4ാമത്തെ പോയിൻ്റ് ക്ലിപ്പ് ചെയ്യാണ്ടിരിക്കുക. ഇത് എല്ലാവർക്കും അറിയുന്ന പോയിൻ്റാണ്, പക്ഷേ മാസ്റ്ററിൽ ക്ലിപ്പ് ചെയ്യാതിരിക്കുക. പക്ഷേ ക്ലിപ്പ് ചെയ്യാണ്ടിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റീവായിട്ട് നിങ്ങൾ ക്ലിപ്പർ യൂസ് ചെയ്തിട്ട് ക്ലിപ്പ് ചെയ്യരുത് എന്നല്ല ഞാൻ പറയുന്നത്. മാസ്റ്ററിൽ ഓവർ പീക്ക് ചെയ്ത് കൊളാക്കാണ്ടിരിക്കുക. അത് മാസ്റ്ററിൽ പീക്ക് ചെയ്യരുതെന്ന് ഉദ്ദേശിച്ചത് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ ഡോയിൽ ഏതെങ്കിലും ഒരു ബസ്സിലൂടെയൊക്കെയാണ് നിങ്ങളെ സ്റ്റെംസ് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ചാനലിൽ പീക്ക് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ അടുത്ത ബസ്സിൽ ഗെയിൻ സ്റ്റേ ചെയ്തിട്ട് പീക്ക് ചെയ്യാണ്ടിരിക്കും ചിലപ്പോൾ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞ് ടോട്ടൽ മാസ്റ്ററിൽ പീക്ക് ചെയ്യരുത്. ഇപ്പോൾ കിക്ക് സ്നെയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ DAWൻ്റെ ഉള്ളിൽ എന്തായാലും പീക്ക് ചെയ്യില്ല, അത് അവസാനം ആ റെൻഡർ വരുമ്പോഴാണ് പീക്ക് ചെയ്യുക. സോ അതിൽ പീക്ക് ചെയ്യാണ്ടിരിക്കുക, അതാ ബേസിക്കലി. ഞാൻ അധികം കോംപ്ലിക്കേറ്റഡ് ആക്കണില്ല. പീക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്രിയേറ്റീവായിട്ട് നിങ്ങൾ ഉദ്ദേശിച്ചാണെന്നുള്ള ഉറപ്പ് വരുത്തുക. ചില സമയത്ത് അത് രസമായിരിക്കുമല്ലോ. സോ പീക്ക് ചെയ്യണില്ല എന്ന് ഉറപ്പ് വരുത്തുക. അതേമാതിരി ലെവൽ കുറഞ്ഞെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല. ഇപ്പോൾ ഇത് മിക്സ് മാസ്റ്ററിന് എങ്ങനെ കൊടുക്കും എന്നുള്ളപ്പോഴും ഈ സെയിം കൺഫ്യൂഷൻ വരും. എന്നുവെച്ചാൽ എത്ര ഹെഡ് റൂം വേണം, ഇപ്പോൾ സ്റ്റെംസിന് എത്ര ഹെഡ് റൂം വേണം, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ. അത് സിമ്പിൾ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിപ്പ് ചെയ്യാതിരുന്നാൽ മാത്രം മതി. എത്ര ലെവൽ വേണം, എത്ര -6 RMS വേണോ, -12 വേണോ, അങ്ങനെ അത് നോക്കുക വേണ്ട. ജസ്റ്റ് ക്ലിപ്പ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ എഞ്ചിനീയർക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്ര വേണമെന്നുണ്ടെങ്കിലും ഗെയിൻ സ്റ്റേജ് ആയൊക്കെ തന്നെ ചെയ്യാൻ പറ്റും, ഗെയിൻ കുറച്ചാൽ മതി. സോ ക്ലിപ്പ് ചെയ്യണില്ല എന്ന് ഉറപ്പ് വരുത്തുക, അത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. അത് മിക്സ് മാസ്റ്ററിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും സെയിം സാധനം തന്നെ. ഇത്ര ഹെഡ് റൂം വരുത്താൻ നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യം ഉണ്ടാവില്ല. ജസ്റ്റ് ക്ലിപ്പ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. എഞ്ചിനീയർക്ക് ഗെയിൻ പിടിച്ച് താത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അയാൾക്ക് വേണ്ട ഗെയിൻ ഹെഡ് റൂം അയാൾക്ക് ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. 5ാമത്തെ പോയിൻ്റ് ഈ ക്ലിപ്പിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ്. ക്ലിപ്പ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ലിമിറ്റർ കൊണ്ട് ഇട്ടിട്ട് സ്റ്റെം അടിക്കാൻ നിൽക്കരുത്. ഇപ്പോൾ നിങ്ങൾ ക്ലിപ്പ് ചെയ്യുന്ന ഏതെങ്കിലും എലമെൻറ്റിൽ ലിമിറ്റർ കൊണ്ടിട്ട് ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ക്ലിപ്പ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ട് അത് വെച്ച് ചെയ്തതിന് ശേഷം പിന്നെ അങ്ങനെ സ്റ്റെം അടിക്കുന്ന സമയത്ത് ആ ലിമിറ്റർ വെച്ച് സ്റ്റെം അടിക്കാണ്ടിരിക്കുക. കാരണം ലിമിറ്റർ ചില സമയത്ത് ക്ലിപ്പ് ചെയ്യുന്നതിനെക്കാട്ടും ദുരന്തം റിസൾട്ടുകൾ ഉണ്ടാകും. സോ മെയിനായിട്ട് ഡ്രംസ് കാര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഓവറോൾ പീക്ക് ചെയ്യണ സമയത്ത് ജസ്റ്റ് ലിമിറ്റർ ഇട്ടിട്ട് കൊളാക്കാൻ നിൽക്കരുത്. ക്ലിപ്പാവുന്നുണ്ട് നിങ്ങൾക്ക് സീനാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഓവറോൾ ലെവൽ കുറയ്ക്കുക, അത്രമാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ 24 ബിറ്റ് ഓഡിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നോയ്സിൻ്റെ ഇഷ്യൂ ഒന്നും വരില്ലല്ലോ, എത്ര വേണമെങ്കിലും ഗെയിൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ലെവൽ കുറയണതും ഹെഡ് റൂമിൻ്റെ ആയിരുന്നു അവിടെ വറിയിടാവുണ്ട. ക്ലിപ്പ് ഏതെങ്കിലും എലമെൻറ്റ് ക്ലിപ്പാവുണ്ട് നിങ്ങൾക്ക് ഓവറോൾ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി സെലക്ട് ചെയ്യുക, ഒന്നായിട്ട് ഒരുമിച്ച് ആ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് കുറയ്ക്കുക. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയുന്ന ഞാൻ വിചാരിക്കുന്നത്. സോ അങ്ങനെ ചെയ്താൽ മതി, ലിമിറ്റർ ഇടരുത്. അതേമാതിരി മാസ്റ്റർ ബസ്സിൽ വേറെ എഫക്റ്റുകൾ അങ്ങനെയാണ് നിങ്ങളെ DAW ഓരോന്ന് സോൾവ് ചെയ്ത് ആ റൂട്ടിലൂടെയാണ് സ്റ്റെംസ് വരുന്നതെന്നുണ്ടെങ്കിൽ ഓവറോൾ കംപ്രഷൻ, സാച്ചുറേഷൻ അങ്ങനത്തെ എഫക്റ്റുകളും വിചാരിച്ച പോലെ വരാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ഞാൻ ചെയ്യരുതെന്ന് പറയണില്ല, പക്ഷേ ശ്രദ്ധിക്കുക, ഉദ്ദേശിച്ച പോലെ വരാൻ ചാൻസ് കുറവാണ്. കംപ്രഷനൊക്കെ ഓവറോൾ സിഗ്നൽ കംപ്രസ് ചെയ്യണ മാതിരി ഇരിക്കുമല്ലോ, ഓരോ ഇൻഡിവിജ്വൽ എലമെൻറ്റ് വരുന്ന സമയത്ത് കംപ്രസ്ഡ് ആവുക. ഈ അറ്റാക്ക് റിലീസ് ടൈമുകളൊക്കെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. സോ അത് ശ്രദ്ധിക്കുക. സോ അത്രയൊക്കെ ഉള്ളൂ സ്റ്റെംസ് ഡെലിവർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എനിക്ക് തോന്നണം. സ്ഥിരമായിട്ട് കാണുന്ന ഇങ്ങനത്തെയൊക്കെ സീനുകളാണ് ഈ ഹെഡ് റൂമിൻ്റെ ഇഷ്യൂ, അതേപോലെ എഫക്ട്സുകൾ ഡിസേബിൾ ചെയ്ത് ബാലൻസ് ആകെ കൊളാക്കുന്ന ഇഷ്യൂ, പിന്നെ വേണ്ട ബാലൻസ് കീപ്പ് ചെയ്യാണ്ട്, പിന്നെ അല്ലെങ്കിൽ വേണ്ട എഫക്ട്സ് കീപ്പ് ചെയ്യാണ്ട് പിന്നെ അത് മിക്സ് എഞ്ചിനീയറോട് അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഇഷ്യൂ. ഞാൻ അങ്ങനത്തെ ഡിസ്ട്രാക്ഷനല്ല ഉദ്ദേശിച്ചത്. ഇച്ചിരി കൂടി ഡിസ്ട്രാക്ഷൻ കിട്ടുമോ, കഴിഞ്ഞ മിക്സിൻ്റെ ഇച്ചിരി കൂടി കുറച്ചാൽ മതി. അല്ലെങ്കിൽ ആ ഹാർമണി, അപ്പുറത്തുള്ള ഹാർമണി, ആ ലോ ഹാർമണിയാണ് ഞാൻ ഇച്ചിരി കൂടി കൂടാൻ ഉദ്ദേശിച്ച്. മറ്റേ
കിടക്കണ 12 എണ്ണത്തിൽ ഇപ്പുറത്ത് ഇങ്ങനെ ഒന്നായിട്ട് കൺഫ്യൂഷനാവും. അപ്പോൾ അതിനെക്കാട്ടൊക്കെ നല്ല ബാലൻസ് കീപ്പ് ചെയ്യുക, വേണ്ട എഫക്റ്റുകൾ കീപ്പ് ചെയ്യുക, അല്ലാത്ത എഫക്റ്റുകൾ ഒഴിവാക്കുക, അതൊന്ന് ഡബിൾ ചെക്ക് ചെയ്യുക, അതുമാതിരി റെഫറൻസ് മിക്സ് കൊടുക്കുക, അതെപ്പോഴും ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ ഇതേപോലത്തെ ക്ലിപ്പിങ് വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. ലിമിറ്റർ വെച്ച് ക്ലിപ്പിംഗ് ഒഴിവാക്കുക എന്നുള്ളതില്ല, ലെവൽ കുറച്ച് ക്ലിപ്പിംഗ് ഒഴിവാക്കുക. സോ അത്രയൊക്കെ മെയിൻ നോക്കിയാൽ മതി. അപ്പോൾ മിക്സ് ചെയ്യുന്ന ആൾക്കും എളുപ്പമായിരിക്കും, നിങ്ങൾക്കും എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് വേണ്ട സാധനം സിമ്പിളായിട്ട് കിട്ടും. ഈ ഒരുപാട് രണ്ടാൾക്കും ടഫ് ടൈംസ് കുറയും, രണ്ടാൾക്കും സിമ്പിളായിട്ട് കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകാൻ പറ്റും. സോ ആർക്കെങ്കിലും ഹെൽപ്ഫുള്ളായി നേരിക്കണം. താങ്ക്സ്.